ഹായ്. കൃഷ്ണകുമാർ കോൺട്രവേഴ്സി. റിയ സലീം എയറിലേക്കാണെന്നൊക്കെയാണ് സീക്രട്ട് അണ്ണൻ്റെ പറച്ചിൽ. എന്തിനാണ് എന്ത് സീക്രട്ട് അണ്ണന് പെട്ടെന്ന് അങ്ങനെയൊക്കെ ഒരു തോന്നലാണ്. ആരെങ്കിലുമൊക്കെ എയർ കയറ്റണമെന്ന് തോന്നിയാൽ പുള്ളി അങ്ങോട്ട് മെനക്കെട്ട് ഇറങ്ങി എന്നിട്ട് അവരെ അങ്ങോട്ട് എയർ കയറ്റും. അതാണ് പുള്ളിയുടെ ഒരു രീതി. ഇപ്പം ഇത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആണെന്ന് വെച്ചാൽ യെസ്, ഇറ്റ്സ് വെരി ക്രിട്ടിക്കലി പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് ഞാൻ പറയും. എന്തുകൊണ്ട് ഇയാളെ വിമർശിക്കേണ്ട ആവശ്യം വരുന്നു, എന്തുകൊണ്ട് ഈ പറഞ്ഞതിൽ എന്താ തെറ്റ് നിങ്ങൾ കണ്ടെത്തിയെന്ന് കുറേയധികം ക്രിറ്റിസിസവും കുറേയധികം വിശകലനങ്ങളും കുറേയധികം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകളുമായി അതിതീവ്രമായി നടക്കുന്ന ഒരു വിഷയമാണിത്. എൻ്റെ ഭാഗം കൃത്യമായി പറയുന്നത് നമുക്ക് കൃഷ്ണകുമാർ ഏട്ടൻ എന്താ പറഞ്ഞതെന്ന് കേൾക്കാം. കൃഷ്ണകുമാർ ഏട്ടന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ആദ്യം അദ്ദേഹത്തിന് എന്താണ് ഇത് ഈ വിഷയത്തിൽ പറയുന്നത്. പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത്. പക്ഷെ അവര് രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും. ഒരു 11 മണിയാവുമ്പോഴത്തേക്ക് അവർക്ക് പഴഞ്ചോറ് മതി. അന്ന് അമ്മ കുറച്ച് പഴച്ചു കൊടുത്ത് വെച്ചിരുന്നു, കുറച്ച് കറികളൊക്കെ വെച്ചിരുന്നു. അന്ന് എങ്ങനെ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴി എടുക്കും. ഇത്ര ഒരു അരയടി താഴ്ചയിൽ കുഴി എടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഇല എന്തെങ്കിലും എടുത്തിടും. ഇതിലോട്ട് പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം. ഇവരങ്ങോട്ട് കൈവച്ച് ഉടയ്ക്കും. ഉടച്ചത് കൈവച്ചല്ല കഴിക്കുന്നത്, ശ്രദ്ധിച്ചാണ്. പ്ലാവിനെടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിന്റെ വീർക്കിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും. സത്യം നമ്മൾ പറഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്തതിൽ കഴിഞ്ഞ് മുഖം കൊണ്ട് കഴിഞ്ഞിട്ടും കൂടെ വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവര് കഴിക്കുന്നതാണ് ഒരു കൊതി വരും. ഈ ഒരു വിഷയത്തിൽ എനിക്ക് രണ്ട് അഭിപ്രായമാണ്. ഒന്നാമത്തെ കാര്യം, പുള്ളി രണ്ടടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടാവുക. ഒന്ന്, നമ്മുടെ ബാഹുബലി സിനിമ കണ്ടായിരുന്നു. ബാഹുബലി സിനിമയ്ക്കകത്ത് ബാഹുബലി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഭടന്മാർക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ പോയി കൈയിട്ട് വാരി നന്നായിരിക്കട്ടെ മാമ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു കഴിക്കുന്നില്ലേ, ആ ലെവലിൽ ഒന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ലെവൽ എന്തെന്ന് പറഞ്ഞാൽ സാധാരണ BJP-കാർക്ക് പറ്റുന്ന ഒരു അബദ്ധമൊന്നല്ല, അവർ സ്ഥിരമായി പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണിത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് രണ്ട് വേറെ നേതാക്കന്മാരുടെ കാര്യം കൂടെ പറയണം. നേതാവെന്നല്ല, BJP-യിലേക്കോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലേക്കോ ഒക്കെ പോയി ചേർന്ന കുറച്ച് മനുഷ്യരുടെ കാര്യം നമുക്ക് പറയേണ്ടി വരും. അതിലാദ്യത്തെ ആള് അലി അക്ബർ അണ്ണനാണ്. അണ്ണനാരെന്നറിയാമോ? ഇസ്ലാം മത വിശ്വാസിയായിരുന്നു, തീവ്ര ഇസ്ലാം മത വിശ്വാസിയായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് തന്നെ ഇസ്ലാം മതം വിട്ട് ആ മതത്തിലേക്ക് ചേക്കേറി. അതിൽ ഏത് ജാതിയിലേക്ക് പോയി എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ബ്രാഹ്മണനാകാനാണ് പുള്ളിക്ക് ആഗ്രഹം. ബ്രാഹ്മണനാകണം എന്ന് പറയാൻ പറ്റാത്തടത്ത് പുള്ളി പറഞ്ഞ ഒരു കുൽസിതം എന്താണെന്ന് പറയും, എൻ്റെ അച്ഛൻ ബ്രാഹ്മണനാണ്, ബ്രാഹ്മണൻ ഇസ്ലാം ആയതാണ്, എൻ്റെ ഉപ്പ അപ്പനപ്പന്മാരെല്ലാം ബ്രാഹ്മൺസ് ആയിരുന്നു. സാധാരണഗതിയിൽ അക്കാലഘട്ടങ്ങളിൽ മതം മാറുന്ന ഒരു രീതി എന്ന് പറയുന്നത് നീചകുല ജാതരുടെ പരിപാടിയാണ്. കാരണം ഈ ഡിസ്ക്രിമിനേഷൻ ലെവൽ താങ്ങാൻ വയ്യാതെ പലരും സ്വമേധയാ തന്നെ മാറിക്കൊടുത്ത ഒരു രീതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. പലപ്പോഴും എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. ബ്രാഹ്മണന് മതം മാറേണ്ട ഒരു ആവശ്യകത വന്ന എന്താണ്? അങ്ങനെയാണെങ്കിൽ അലി അക്ബറിന്റെ മമ്മി ബ്രാഹ്മണത്തെ ആയിരുന്നിരിക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഒരു മിശ്ര വിവാഹമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതൊന്നുമല്ല. അത് ആ ഒരു ബ്രാഹ്മണന്മാർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ഹോട്ട് സംഗതി ഇവർക്ക് കിട്ടില്ല എന്നുള്ള തിരിച്ചറിവിലാണ് ഇവരിതൊക്കെ സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗോപാലകൃഷ്ണൻ നായരാണ്. അപ്പം നായർ കുടുംബത്തിൽ നിറഞ്ഞ നല്ല ഒന്നാം തരം ചെവിയിൽ കൂടിയുള്ള നായരാണ്, ചൂട്ടുകെറ്റ ഹോൾഡർ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടത് പറയണമെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിന് കുഴികുത്തി മനുഷ്യർ അതിനകത്തേക്ക് ആഹാരമിട്ട് വീർത്ത് ഒലിച്ച് വരുന്ന ആ മനുഷ്യർക്ക് അങ്ങനെ കൊടുക്കുന്ന ഒരു ക്രെഡിറ്റായിട്ട് പറയുമ്പോൾ, ചൂട്ടുകുറ്റ ഹോൾഡറിനെ പറ്റി പറയുമ്പോൾ നമ്മളും അതിനകത്ത് കുറച്ച് ക്രെഡിബിലിറ്റിയൊക്കെ കാണണ്ടേ? ക്രെഡിറ്റ് നമ്മളും അങ്ങനെയൊക്കെ വിചാരിക്കണ്ടേ? വേണോ വേണ്ടേ? എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞതുമല്ല കേട്ടോ. മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഈ സമുദായത്തിൻ്റെ തന്നെ ഉന്നത നേതാവാണ്. ഈ എല്ലാ മനുഷ്യർക്കും തന്തയുണ്ട്. അയ്യൻകാളി പോലെ സമുദായത്തിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സമുദായം പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് കാളി. അയ്യൻ എന്നാണ് പേര്, കാളി എന്ന് ചേർത്ത് പറയണം. അയ്യപ്പൻ എന്നുള്ള പേരും ഈ ഉന്നത കുലജാതർ അങ്ങനെ ഇടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് മനസ്സിലാകുന്നില്ല, അത് ആദിവാസി അമ്പലമായതുകൊണ്ടായിരിക്കാം. എനിവേ, ഇവിടെ ജാതി വ്യവസ്ഥയെ പറ്റി പറയുന്നതിൻ്റെ ഒരു ആവശ്യകത ഉള്ളത് കൊണ്ട് മാത്രമേ ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കാളി എന്ന് പറയുന്ന ആളിൻ്റെ മകനാണ് അയ്യൻകാളി. അങ്ങനെ ഓരോരുത്തർക്കും അച്ഛന്മാരുണ്ട്. പക്ഷെ അച്ഛനില്ലാത്ത ഒരു സമൂഹം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ചൂട്ടുകെറ്റ ഹോൾഡേഴ്സാണ് നായന്മാരുടെ മതവിഭാഗം. അതെന്തുകൊണ്ട് അങ്ങനെ വന്നത്? ജാതി വിഭാഗം, മതമല്ല, ജാതി വിഭാഗം. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നറിയാമോ? അന്ന് അവിടെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിരുന്ന ലേഡീസായിരുന്നു. ഒരുതരം പ്രത്യേക തരം സംബന്ധം കൂടുതൽ അവിടെ നിലനിന്നിരുന്നു. എനിക്ക് വിളിക്കാൻ ഒരു അപ്പനില്ല എന്ന തിരിച്ചറിവിൽ സ്വന്തം അമ്മയെ 12-ാം വയസ്സിൽ മറ്റൊരുത്തനെ കൊണ്ട് കെട്ടിച്ച ഒരു ചരിത്രം ഈ നായന്മാർക്കുണ്ട്.
അപ്പൻ നമ്പൂതിരിയെ അച്ഛൻ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിവിൽ മന്നത്ത് പത്മനാഭൻ സ്വന്തം ജീവചരിത്രത്തിൽ എഴുതി വെച്ച കഥകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മന്നത്ത് പത്മനാഭൻ പറഞ്ഞിരുന്നു, എനിക്ക് എൻ്റെ അച്ഛനെ അച്ഛൻ എന്ന് വിളിക്കാൻ സാധിക്കുന്നില്ല, എനിക്കെന്നെ ഒരാളെ അച്ഛൻ എന്ന് വിളിക്കണം. അതായത് അച്ഛനയ്ക്ക്, അതായത് അപ്പൻ നമ്പൂതിരിക്ക് നമ്പൂരി അല്ലെങ്കിൽ അത് ആ കാറ്റഗറിയിൽ ആ ജാതിയിൽ ഉണ്ടാകുന്ന കുട്ടിയെ ഉണ്ണി നമ്പൂതിരി എന്നും, നായർക്കിൽ സംബന്ധം കൂടി ഉണ്ടാകുന്ന കുട്ടികളെ കൊച്ചവൻ എന്നും എന്നേ പറയുള്ളൂ. ഒരു കാരണവശാലും അയാൾക്ക് അച്ഛനെ അച്ഛൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അച്ഛൻ എന്ന് വിളിക്കാനുള്ള റൈറ്റ്സ് ഇല്ല, സ്വത്തവകാശമില്ല, അങ്ങനെ യാതൊരു അധികാരവുമില്ല. അപ്പം അതിനൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് വേറെയാണ്. എനിവേ, ഇതിൽ അഭിമാനം കൊള്ളുന്ന കൃഷ്ണകുമാർ നായർ സർ അതിലും കൂടെ അഭിമാനം കൊള്ളണമെന്നാണ് എനിക്ക് റിക്വസ്റ്റ് പറയാനുള്ളത്. ഓരോ മനുഷ്യരുടെ ഏറ്റവും വലിയ ഓർമ്മകളിൽ പോലും ഏറ്റവും ഭീകരമായ ഒരു വശം ഇതിനകത്തുണ്ട്. ഇദ്ദേഹം ജനിച്ചത് 1978-കളിലാണ്. 1949 ജനിച്ചൊരു മനുഷ്യൻ ഈ ഇടയ്ക്ക് മരണപ്പെട്ടിട്ടുണ്ട്, കുഞ്ഞാമൻ എന്ന് പറയും. നിങ്ങളൊക്കെ ഞാൻ അതിനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം കുഞ്ഞാമൻ മരിക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഒരു ടോപ്പിക്കായിട്ട് എടുത്തു വെച്ച് പറഞ്ഞതിൻ്റെ കാരണം, അദ്ദേഹം സർവീസ് ചെയ്ത് എത്രയോ വർഷം അദ്ദേഹം സർവീസ് നടത്തിയ യൂണിവേഴ്സിറ്റിയിൽ പോലും ഒരു പൊതുദർശനത്തിന് പോലും വെക്കാതെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനോട് പോലും അനാദരവ് കാണിച്ച ഒരു പ്രത്യേക തരം വിഭാഗം ഇന്നും ഇവിടെ നിലനിൽക്കുന്നിടത്ത് ജാതീയ വ്യവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ആ ഒരൊറ്റ കാര്യം മതി ഉത്തരം. കുഞ്ഞാമൻ്റെ പേര് ഇവിടെ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി, അതായത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം. അതിനകത്ത് മാത്രമല്ല തന്നെ പഠിപ്പിക്കുന്ന കുട്ടികളോട് എപ്പോഴും അദ്ദേഹം കയ്യിലൊരു അടയാളം കാണിച്ചു കൊടുക്കും. പട്ടികടി കൊണ്ട് അടയാളമാണ്. 1949 അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 10 വയസ്സ് 1959 എന്ന് വയ്ക്കാം. 1959-കളിൽ അത് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം. 59 ഉണ്ടായിരുന്നു, പിന്നെ 69, 78, അതായത് പിന്നെ ഒരു 20 കൊല്ലം കൂടെ നീണ്ടു നിന്നു എന്നാണ് പുള്ളിയുടെ വാദം. 78-ൽ ഇദ്ദേഹം ജനിച്ചു. 1978-ൽ ഇദ്ദേഹം ജനിച്ചു. കുഞ്ഞാമൻ്റെ കഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഇതുപോലെ കുഴി കുത്തി ഫുഡ് ഇട്ട് കൊടുത്തു. ഫുഡ് കഴിക്കാനായിട്ട് പുള്ളി ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ പട്ടിയും കൂടെ അഴിച്ചു വിട്ടു. ആ പട്ടിയും അദ്ദേഹവും തമ്മിൽ ഈ ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരു വാൽപ്പെടുത്തവും ബഹളവും നടത്തിയതിൽ പട്ടിക്ക് ആഹാരത്തിനുള്ള ആർത്തി മൂത്ത് ഈ പറയുന്ന കുഞ്ഞാമൻ്റെ കൈ കടിച്ചു പറിച്ചെടുത്ത് കളഞ്ഞു. ആ അടയാളം അദ്ദേഹം ഇന്നും കാണിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ലെവല് ഞാൻ പറയാതെ അറിയാമല്ലോ, നമ്മുടെ രാഷ്ട്രപതിയുടെ സെയിം ലെവലാണ്. കെ ആർ നാരായണൻ്റെ സെയിം ഒരേ ജാതി വിഭാഗവും ഒരേ രീതിയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ 1ാം റാങ്ക് നേടിയ 2 വ്യക്തികളാണ്. അത് ഒന്ന് അദ്ദേഹവുമാണ്. അപ്പം അത്രത്തോളം എഡ്യൂക്കേഷൻ ലെവൽ ഉണ്ടായിരുന്നു, അത്രത്തോളം റെസ്പെക്റ്റീവ് പൊസിഷനിലിരുന്ന, ഇവിടെ കൊടുത്തിരുന്ന സാഹിത്യ അവാർഡുകളൊക്കെ നിഷേധിച്ച് അത്രത്തോളം, അതായത് സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഉന്നതിയിൽ നിന്നൊരു വ്യക്തി അങ്ങനെ ഒരു ജീവിതം നയിച്ച കാര്യം അദ്ദേഹത്തിന് ഓട്ടോബയോഗ്രഫിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഇത് കുറച്ചിങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയിട്ടുണ്ടാവും. പുള്ളി ഇത് കേൾക്കാനിടയായിട്ടുണ്ടാവും കൃഷ്ണകുമാർ. അതുകൊണ്ടായിരിക്കും ഈ ഒരു വിഷയം ഇപ്പോൾ ഇത് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് മിക്സപ്പ് ചെയ്ത് കൂട്ടിക്കൊഴിച്ചൊരു കഥ അങ്ങോട്ട് നിങ്ങൾക്ക് തള്ളി തന്നിട്ടുണ്ടാവുക. 1957-ലാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്നത്. കമ്മ്യൂണിസമാണോ ഇത് നിർത്തലാക്കിയെന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് ഞാൻ പറയും. ഒരിക്കലുമല്ല, നമ്മുടെ ഭരണഘടനയാണ് ഇത് നിർത്തലാക്കിയത്. നമുക്ക് എന്ന് ഭരണഘടന എഴുതപ്പെട്ടോ, എന്നാണ് ഈ ഭരണഘടന വന്നോ, ആ സമയത്ത് തന്നെ കൃത്യമായി ഈ സംഗതി എടുത്തു കളഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് കാര്യങ്ങൾ വായിച്ചു തരാം. ഒരു വ്യക്തിയെ ക്ഷേത്രത്തിലോ ആരാധനാലയത്തിലോ മറ്റേതെങ്കിലും പൊതുസ്ഥലത്തോ പ്രവേശിക്കുന്നതിന് തടയുന്നതാണ് വിശുദ്ധ ജലാശയങ്ങൾ, കിണറുകൾ മുതലായവയിൽ നിന്ന് ഒരാളെ വെള്ളം കോരുന്നതിൽ നിന്ന് തടയുന്നത്. ഒരു വ്യക്തിയെ തടയുന്നതാണ് ഈ നിയമത്തിന്റെ കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. ഒരു ധരംശാല, റെസ്റ്റോറൻറ്റ്, ഷോപ്പ്, ഹോട്ടൽ, ആശുപത്രി, പൊതുഗതാഗതം, വിദ്യാഭ്യാസം സ്ഥാപനം കൂടാതെ ഏതെങ്കിലും പൊതുവിനോദ സ്ഥലങ്ങൾ, റോഡുകൾ, നദികൾ, നദീതടങ്ങൾ, ശ്മശാനങ്ങൾ, കിണറുകൾ മുതലായവ ഉപയോഗം നിഷേധിക്കുന്നത്. പ്രൊഫഷണൽ വ്യാപാരം അല്ലെങ്കിൽ തൊഴിൽപരമായ വൈകല്യങ്ങൾ നടപ്പിലാക്കൽ. ഒരു വ്യക്തിയെ ചാരിറ്റിയിൽ നിന്ന് പ്രയോജനപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കുക. ഒരു തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് ഒരു വ്യക്തി അവഗണിക്കുക. ഒരു വ്യക്തിക്ക് സാധനങ്ങൾ, സേവനങ്ങൾ വിൽക്കുന്നതിൽ നിഷേധിക്കുക, പരിക്കേൽപ്പിക്കുക തുടങ്ങി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മയെ ഇല്ലാതാക്കുന്നു. ആർട്ടിക്കിൾ 17-ന്റെ കുറച്ച് വ്യവസ്ഥകളാണ് ഞാൻ വായിച്ചത്. ഇതിനകത്ത് പറയുന്നത് 1955 തൊട്ടുകൂടായ്മ കുറ്റകൃത്യങ്ങൾ നിയമം ഈ സമ്പ്രദായം ശിക്ഷാർഹമായ കുറ്റമായി പ്രതിപാദിക്കുന്നു. തൊട്ടുകൂടായ്മയിൽ നിന്ന് ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഒരു കുറ്റമായി കണക്കാക്കുമ്പോൾ അത് നടപ്പിലാക്കുന്നതിന് പിഴ ചുമത്തുകയും ചെയ്യുന്നു. രാജ്യത്ത് നിന്ന് എല്ലാത്തരം തൊട്ടുകൂടായ്മകളും തുടച്ചു നീക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റിൽ ഈ നിയമം പാസാക്കി 1955. ഇദ്ദേഹത്തിന്റെ ജനനം 1978. 55 നടപ്പിലാക്കിയ നിയമം ശരി ആയിട്ടില്ല. 65 ആയിട്ടില്ല, 75 20 വർഷത്തിന് ശേഷം ആയിട്ടില്ല. 78 ജനിച്ച ഉടനെ പുള്ളിക്ക് ഈ ഓർമ്മ വരത്തില്ല. ഒരു 10 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. നമുക്കൊരു 5 വയസ്സെങ്കിലും കൂട്ടാം. അങ്ങനെയാണെങ്കിൽ 1983.
55-ൽ വന്ന നിയമം 83-ലും പ്രാക്ടിക്കൽ ആയിട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. നുണയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? എനിക്ക് നുണയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ കുഞ്ഞാമ്മൻ്റെ വിഷയത്തിൽ 49-ലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അതായത് 49-ൽ അദ്ദേഹം ജനിച്ചു, 55 ആകുമ്പോൾ ഏകദേശം ഏജ് കറക്റ്റായിട്ട് വരുന്നുണ്ട് അല്ലേ, ഒരു 6 വയസ്സ്. ആ സമയത്തായിരിക്കും പുള്ളിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു 10 വയസ്സ് വരെ. ആ സമയത്ത് ഇത് ഇംപ്ലിമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവത്തില്ലായിരിക്കാം, കറക്റ്റ് ആയിരിക്കത്തില്ല. അദ്ദേഹം എഴുതിയ ഒരു ഓട്ടോബയോഗ്രഫിയിൽ ഈ ഒരു കഥ പറയുന്നുണ്ട്. ശരിയാണ്, 1907-കളിൽ തുടങ്ങി അയ്യങ്കാളി ഇവിടെ സമരങ്ങളിൽ ഏർപ്പെടുകയാണ്. ഈ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കുകയും മനുഷ്യർക്ക് പഠിക്കാനും മനുഷ്യൻ്റെ മൗലിക അവകാശ ലംഘനങ്ങളാണ് ഇതൊക്കെ നടക്കുന്നതെന്നും ഈ ഒരു സംഗതിയും മൗലിക അവകാശങ്ങൾക്ക് ഉയർച്ചയല്ല, താഴെയാണ് ഉള്ളത് എന്ന് വ്യക്തമായി ഇവിടെ നവോത്ഥാന നായകരൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമുണ്ട്. നവോത്ഥാന നായകരെന്ന് പറയുമ്പോൾ ഈ നവോത്ഥാന നായകർക്കെല്ലാം അച്ഛനുണ്ട് കേട്ടോ. അച്ഛനില്ലാത്തൊരു വിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ ഈ കൂട്ടർക്കേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും അച്ഛനുണ്ട്. അയ്യങ്കാളിക്ക് കാളി അച്ഛൻ, അങ്ങനെ പലർക്ക് പല നവോത്ഥാന നായകന്മാർക്ക് എല്ലാവർക്കും അച്ഛന്മാരുണ്ട്. പക്ഷെ അച്ഛനില്ലാത്തൊരു പറ്റൻ ടീമുകൾ ഇവർക്ക് മാത്രമേ ഉണ്ടായിരുന്നു. ഇന്നും ജാതിമത വർഗീയ സാധനം തലയിൽ നിന്നിറങ്ങാത്ത തമ്പുരാട്ടി പോലും ജീവിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. പ്രത്യേകിച്ച് കേരളത്തിൽ അത് ഭയങ്കര രീതിയിലുണ്ട്. ഈ ഇടയ്ക്ക് നടന്ന ഒരു സംഭവം കൂടെ നമുക്ക് കൂട്ടി പറയാം. രാധാകൃഷ്ണൻ, മന്ത്രി രാധാകൃഷ്ണൻ, ശരിയാണ്, കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ രാധാകൃഷ്ണനാണ് അതിനകത്തുള്ളത്, ദേവസ്വം മന്ത്രിയാണ്. അദ്ദേഹത്തിന് നീക്കി നിർത്തിയിരുന്നു ഇവിടെ ഒരു അമ്പലത്തിൻ്റെ വിശേഷത്തിന്. എന്തോ വിളക്കുകൾ എത്തുന്നുണ്ട്, നീ നിലടാന്നൊക്കെ പറഞ്ഞിട്ട് നീക്കി നിർത്തിയിരുന്നു. ഇത് നമ്മൾ പറഞ്ഞല്ല, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുമൂലത്തിൽ കൂടെ അവതരിപ്പിച്ചൊരു കാര്യമാണ്. പക്ഷേ ഞാൻ എപ്പോഴും ചോദിക്കുന്നു, ഭരണഘടനയെ ലംഘിക്കുന്ന ഒരു കാര്യമാണ് അയാൾ ചെയ്തത്. എന്തുകൊണ്ട് രാധാകൃഷ്ണൻ അങ്ങേര് കേസ് കൊടുത്തില്ല? കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് പോലും പേടിയാണെന്നേ. ഇപ്പോഴ് അങ്ങനെ പറഞ്ഞില്ലേ, ചൂത്രന്മാരാണ് അപ്പുറത്തിരിക്കുന്നത്, അപ്പം നമ്പൂതിരിമാരും ഉയർന്ന ജാതിക്കാരൊക്കെ ഇരിക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിലും ചൂത്രന്മാരാണ്. അവന്മാർ വിടുവോ? അവന്മാർ സമ്മതിക്കുമോ ബ്രാഹ്മണനെതിരെ കേസ് കൊടുക്കാൻ? അപ്പോൾ ദേവസ്വം മന്ത്രി അതങ്ങ് സഹിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധതയാണ്. അയാളൊരു ജനപ്രതിനിധിയാണ്. തനിക്ക് ഏർപ്പെട്ട ഈ വിവേചനം സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഏർപ്പെടാൻ അധിക ദൂരമില്ല എന്ന തിരിച്ചറിവ് അയാൾക്ക് ഉണ്ടാകണമായിരുന്നു. അതിനെതിരെ അയാൾ ശക്തമായി പ്രതിഷേധിക്കണമെന്ന് ചെയ്തു. ഇല്ല, ഭയമാണ്. ഇപ്പോൾ കമ്മ്യൂണിസം പോലും മാറി നിൽക്കുന്ന ഒരു രീതി. എന്തുകൊണ്ട് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ 1957-കളിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുന്നത്. ആ സമയത്ത് തൊട്ട് EMS നമ്പൂതിരിപ്പാടാണെന്ന് തോന്നുന്നു. ആ സമയം തൊട്ട് ഒക്കെ തന്നെ ഇതിനെതിരെ തീവ്രമായി നിലകൊണ്ടുന്ന വ്യക്തിത്വങ്ങളാണ്. ഭൂപരിഷ്കരണ നിയമം തൊട്ട് ആയിത്തം, ഭ്രഷ്ട്, ഇതുപോലുള്ള പാട്ടക്കരാർ, ഇതൊന്നും പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഒരു സംവിധാനം ഇവിടെ നിലവിൽ വരുമ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സംഗതി 78-കളിൽ നടക്കാൻ ചാൻസേ ഇല്ല. കൃഷ്ണകുമാറിന് തൻ്റെ പാർട്ടിയിൽ തനിക്കൊരു ലേബൽ കിട്ടണമെങ്കിൽ, അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടിയ പൊസിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ടേ ബ്രാഹ്മണന് പിറന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ ഈ ഒരു മാർഗമേ അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ടാവും. ഒന്നീ ബാഹുബലി ഇമ്പാക്റ്റ് ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ അലി അക്ബർ ഇമ്പാക്റ്റ് ആയിരിക്കും. രണ്ടേയില്ല, ഏതായിരുന്നാലും പുള്ളി ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ആ വിഭാഗത്തിലേക്ക് താൻ ചേർക്കപ്പെടുമ്പോൾ തനിക്ക് പ്രിവിലേജ് കിട്ടണമെങ്കിൽ താൻ ബ്രാഹ്മണനാണെന്ന് തെളിയിക്കണം. അച്ഛനായിരുന്ന ആൾ ബ്രാഹ്മണനാണെന്ന് തെളിയിച്ചാലും മതി. കാരണം പരമ്പരയായിട്ട് നമ്പൂതിരിയും ഇതുപോലുള്ള അന്തർജനങ്ങളല്ല, അന്തർജനങ്ങൾ വേറെയാണ്, നമ്പൂതിരി വന്ന് സംബന്ധം കൂടുന്ന കാറ്റഗറിയിലുള്ള ആളാണല്ലോ പുള്ളിക്കാരൻ. അപ്പോൾ എൻ്റെ അച്ഛൻ നമ്പൂതിരിയാണ്, അല്ലെ എൻ്റെ അച്ഛൻ ബ്രാഹ്മണനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഈ ഒരു ഓർമ്മ അയവിറക്കിയതായിട്ട് മാത്രം നമ്മളതിനെ കൺസിഡർ ചെയ്താൽ മതി. വ്യക്തമായി പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു. അത് ഭാര്യയുമായിട്ട് പുറപ്പെട്ടു പോയപ്പോൾ നടത്തിയ ഒരു പ്രത്യേകതരം സ്റ്റേറ്റ്മെൻ്റ് അല്ല. നമ്മൾ പണ്ട് കാലത്തേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആർക്കെങ്കിലും ഇപ്പോൾ ഇലയ്ക്കകത്ത് ചോറ് കിട്ടിയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇലയ്ക്കകത്ത് ചോറ് കിട്ടുക എന്നുള്ളത്. സദ്യ കൊണ്ട് നമ്മളിപ്പോഴും ഇലയിലല്ലേ. അന്നത്തെ കാലഘട്ടത്തിൽ സദ്യ എന്നൊരു ടേം വെച്ചിരിക്കുന്ന രീതി തന്നെ അത്രയും പാത്രങ്ങൾ അവൈലബിൾ ആയിരിക്കും, ചട്ടി ആയാലും എന്തായാലും അത്രയും അവൈലബിൾ ആയിരിക്കും. അപ്പം നമ്മൾ ഇലയിട്ട് കൊടുക്കും. കൂടുതൽ ആൾക്കാർ കൂടുമ്പോൾ കഴുകാനും ബുദ്ധിമുട്ടില്ല. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഇതേപോലെ വേറൊരു കാര്യമുണ്ട്, പൊതിച്ചോറ് കൊണ്ടുപോകണം. നമ്മൾ പണ്ട് വീടുകളിൽ ചോറ്റുപാത്രം ഒരു 5-6 മക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോറ്റുപാത്രം വാങ്ങിക്കാനുള്ള ആസ്തി ഉണ്ടാകത്തില്ല. അപ്പോൾ ഇലയിൽ ചോറ് കെട്ടി ചമ്മന്തിയും മുട്ട പൊരിച്ചതും കൂടെ വെച്ച് ചേർത്ത് കൊണ്ടുപോയി ഉച്ചയ്ക്ക് അത് തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ആ മണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പലരും പൊതിച്ചോറ് ഓർഡർ ചെയ്യണം. അതൊക്കെ നൊക്ലാജിയാണ്, സമ്മതിച്ചു, തർക്കമില്ല. കട്ടൻ ചായയൊക്കെ കുടിച്ച് മഴ കണ്ട് ജോൺസൺ മാഷിൻ്റെ സംഗീതമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പലരും പോസ്റ്റ് ഇടാറില്ലേ. സോ അതൊക്കെ നൊസ്റ്റാൾജിയ തന്നെയാണ്. പക്ഷേ ആ സാധനം പറയുമ്പോൾ ഈ സാധനം അതാണോ എന്ന് ചോദിച്ചാൽ 78-ൽ ജനിച്ച ഇങ്ങേര് ഈ പൊട്ടക്കഥ പറയുമ്പോൾ ഇത് പൊട്ടക്കഥയാണെന്ന് മാത്രം മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം റിയാസിനുണ്ടായിരുന്നു. പക്ഷെ റിയാസ് ബ്ലൈൻഡ്ലി കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞതിലാണ് അതിനകത്തൊരു ഒപ്പോസിഷൻ വന്നിട്ടുള്ളത്. ആ കുട്ടിയുടെ കാശോ ഗുണ്ടനെന്നോ എന്തെന്നൊക്കെയോ കുട്ടി പറഞ്ഞു എന്നൊക്കെ പറയുന്നതിനകത്ത് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ നന്നായി വന്നിട്ടുണ്ടാകുമായിരുന്നു. അതിൽ വിട്ട് അവരുടെ കുടുംബത്തിനെ ആക്രമിക്കാൻ പോയത് ശരിയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഭാഗം. പക്ഷേ മറ്റേ അനലൈസേഷൻ കൃത്യമായിരുന്നു.
കൃത്യമായി അയാൾ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഏറ്റവും വലിയ മോശപ്പെട്ട രീതിയിൽ ജാതീയതയെ ചിത്രീകരിച്ച ഒരു വ്യക്തിയാണ് കൃഷ്ണകുമാർ. അത് അയാൾ പറയും, കാരണം അയാളുടെ രാഷ്ട്രീയം അതാണ് പറയുന്നത്. ഈ നമ്മുടെ മറ്റു മതവിഭാഗങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ഒരു പ്രത്യേകതരം സാധനം തലയിൽ കയറിയ മനുഷ്യർക്ക് മറ്റു മനുഷ്യരായി പോലും കൺസിഡർ ചെയ്യാൻ ഒക്കത്തില്ല. അതിൻ്റെ തീവ്രത മനസ്സിലാക്കണമെങ്കിൽ, ആ തീവ്രത അറിയണമെങ്കിൽ ആ മതവിഭാഗത്തിൽ ജനിച്ച മനുഷ്യരോട് ചോദിച്ചു നോക്കണം. വർഗീയ മതവ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഈ വെറിപൂത്ത് ഓരോ വൃത്തികേടുകൾ പിടിച്ച് പുലമ്പുന്ന സാധനങ്ങളുണ്ടല്ലോ, സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു വേർതിരിവ് വന്നാൽ മാത്രം തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് അനുഭവിക്കുക തന്നെ വേണം. ആ വേർതിരിവിൻ്റെ ഡെപ്ത് മനസ്സിലാകണമെങ്കിൽ ആ മനുഷ്യരായി ജീവിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും വ്യത്യാസങ്ങളുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന സംവരണം പോലും എടുത്തു കളയണമെന്ന് നിഷ്കർഷിക്കുന്ന ഇവറ്റകൾ ഇന്നും നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ആഠ്യത്വം ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലാണ്. മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എതിർക്കുകയാണ് വേണ്ടത്. കൃഷ്ണകുമാർ 100% പറഞ്ഞത് തെറ്റായ ഒരു കാര്യമാണ്. കൃഷ്ണകുമാർ ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ കേൾക്കേണ്ടത് തന്നെയാണ് എല്ലാവരിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് കുറച്ചധികം പേര് കുഴി കുത്തിച്ചോ ഇലയിട്ട് കഴിക്കുന്നവരുണ്ട്. അയ്യോ ശരിയാണ് കേട്ടോ, നിങ്ങൾ പഴയ കാലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സതി തന്നെ നമുക്ക് നിർത്തലാക്കണ്ട, തുടരാം, പുനരാരംഭിക്കാം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അങ്ങ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ലോകരാജ്യങ്ങളിൽ എവിടെയും ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നിട്ടില്ല. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമ്മുടെ ഇന്ത്യ അത്രയും നല്ല മാന്യമായ ഇന്ത്യയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് അങ്ങനെ ഒരു നിയമം പാസ്സാക്കേണ്ടി വന്നത്. എന്ത് നിയമമൊന്നല്ലേ? തട്ടുകൂടായ്മ നിർത്തലാക്കണമെന്ന നിയമം. ഈ രാജ്യത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു പാഴ് സാധനം. മനുഷ്യനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ജാതി അടിസ്ഥാനത്തിൽ. ഒരാളുടെ തൊഴിലടിസ്ഥാനത്തിലാണ് ജാതി ഉണ്ടാവുക. വിശ്വകർമ്മ അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയത്തില്ല. ആ രീതിയിൽ ഓരോ ജാതിയുടെ അടിസ്ഥാനം. ബ്രാഹ്മണർ അവർ മന്ത്രം ഓതുന്ന ആ ഒരു കാറ്റഗറി. പക്ഷേ ഇന്ന് അത് തമിഴ്നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ശിവൻ ബ്രാഹ്മണനൊന്നുമില്ല, ബ്രാഹ്മണനായിട്ട് കൺസിഡറും ചെയ്യുന്നില്ല. പക്ഷേ ശിവനെ പൂജിക്കാൻ ബ്രാഹ്മണരാണ് പോകുന്നത്. അതെന്തിനാ? അത് അസുര ദൈവമായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇത് അവരുടെ തന്നെ കാറ്റഗറിയാണ്. നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലനേഷൻ പറയേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു വിഭാഗം കയ്യേറി അവർക്ക് വേണ്ടി ഒരു പ്രിവിലേജ് ഇവിടെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മുടെ രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന ഭരണഘടനയിൽ എടുത്ത് പ്രതിപാദിക്കുന്ന ഒരു വിഷയത്തിനെ നമ്മൾ തന്നെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഭരണഘടനയിൽ എടുത്തു പറയുന്ന ഡിസ്ക്രിമിനേഷൻ പാടില്ലെന്ന്. ആൺ പെൺ ലിംഗാടിസ്ഥാനത്തിലോ വർണ്ണാടിസ്ഥാനത്തിലോ ഭാഷയുടെ അടിസ്ഥാനത്തിലോ ഒന്നിൻ്റെ അടിസ്ഥാനത്തിലും വിവേചനം പാടില്ല എന്ന് പറയുന്ന ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇവിടെ പലതും നടക്കുന്നത്. ബ്രാഹ്മണനായി ജനിച്ച പുണ്യം കിട്ടും. ബ്രാഹ്മണ ശാപം ഭയങ്കര കുഴപ്പമാണ്. വേറൊരു വിഭാഗമുണ്ട്. അതാണ് ഏറ്റവും ചിരിക്കാനുള്ളത്. ബ്രാഹ്മൺസ് പുട്ടുപൊടി, ബ്രാഹ്മിൺസ് അച്ചാർ, ബ്രാഹ്മിൺസ് തട്ടുകട, ബ്രാഹ്മിൺസ് സുന, ബ്രാഹ്മൺ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരിടത്ത് ഞാൻ കണ്ടിരുന്നു വാരസ്യാർ ചിപ്സ്. അതെന്തടേ? പുലയസ്യാർ ചിപ്സ് നിങ്ങളെ കൊണ്ട് പറ്റൂല, എടുക്കൂല. പുലച്ചികൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് പറ്റത്തില്ല, പറച്ചികൾ ഉണ്ടാക്കിയാൽ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പ്ലെയിൻ അച്ചാർ നിങ്ങൾ എടുക്കൂല. എന്തുകൊണ്ട് ഈ നായർ, മേനോൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാൻ ഒരു പ്രസ്റ്റീജ് തോന്നുന്നു? എന്തുകൊണ്ട് പറയാൻ പുലയൻ, തീയൻ എന്നിടാൻ ഒരു വിഷമം തോന്നുന്നു? അതിലുണ്ട് ജാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ജാതീയ വർഗീയ വ്യത്യാസങ്ങൾ ഈ രാജ്യത്ത് ഈ നാട്ടിലുണ്ട് എന്നുള്ളത് തെളിയിക്കാൻ ഇതിൽ പരമൊരു എക്സ്പ്ലനേഷൻ വേണ്ടേ വേണ്ട. സ്വന്തം സാധനത്തിനെ ഓർത്ത്, സ്വന്തം ജാതിയെ ഓർത്ത് അതിഭയങ്കര തൃപ്പുണിത്തറ കോലോത്തെ തമ്പുരാനിരുന്ന് ആത്മപ്രശംസ നടത്തുമ്പോൾ, കോലോത്ത തമ്പുരാനെ, ഞങ്ങൾ മന്നത്ത് പത്മനാഭൻ്റെ ചരിത്രം എടുത്തു വെച്ചൊരു വലക്ക് തിരിച്ചങ്ങ് അലക്കും. ഞങ്ങൾക്ക് ചിരിക്കാൻ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ തന്നെ ധാരാളമാണ്. ഈ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും എല്ലാ ജാതിയിലുള്ളവർക്കും ആഭനുണ്ട്. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആ അച്ഛനില്ലാത്തത്. ആ തന്തയില്ലായ്മ നിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ഇതിനൊക്കെ അക്ഷരം തെറ്റാതെ ആഭനില്ലായ്മ എന്ന് പറയാം. ഞാൻ പറഞ്ഞിട്ട് കൊടിയും പിടിച്ചു എൻ്റെ വേറെ വരണ്ട. ഇത് പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ്. എനിക്ക് എൻ്റെ അച്ഛനെ അച്ഛ എന്ന് വിളിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ രണ്ടാമത് കെട്ടിച്ചു, അയാളെ അച്ഛൻ എന്ന് വിളിച്ചു. അദ്ദേഹം എഴുതി വെച്ചതാണ് കേട്ടോ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗതികേടുണ്ടായിരുന്നു. അത് അച്ഛനില്ലാഞ്ഞിട്ടല്ല, അച്ഛനെ അച്ഛ എന്ന് വിളിക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അത് നായർ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിക്കും ഉണ്ടായിരുന്നില്ല. കാലം മാറി അതിനകത്തുള്ള അന്തർജനങ്ങൾ തന്നെ ഇറങ്ങി ഈ സമ്പ്രദായം നിർത്തലാക്കണം. ഞങ്ങളെ വിവാഹം കഴിച്ച ശേഷം നായർ കുടുംബങ്ങളിൽ പോയി സംബന്ധം കൂടുന്ന ഈ സാധനം നിർത്തലാക്കണമെന്ന് പാർവതി അമ്പർജനം ഇറങ്ങി നിന്ന് പറഞ്ഞു. അതിന് അവരുടെ ഭർത്താവ് മറ്റൊരാളെ പോയി സംബന്ധം കൂടിയിട്ടുമല്ല. പക്ഷേ ഇത് ഒരു കൃത്യമായി പറഞ്ഞാൽ ഇതൊരു വൃത്തികെട്ട ആചാരമാണെന്ന തിരിച്ചറിവ്, ഒരു വേശ്യാലയം നടത്തിപ്പ് പോലെയാണ് ഇത് നടക്കുന്നതെന്ന തിരിച്ചറിവിൽ പാർവതി അന്തർജനമാണ് ഇതിനെതിരെ ശക്തമായി ആദ്യമായി ഇറങ്ങിയത്. അവർ നേടിയെടുത്തത് തന്നെയാണ് ഇപ്പോൾ നായർ പെണ്ണുകുട്ടികൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. ഇടയ്ക്കിടയ്ക്ക് ചരിത്രമൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം, ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. സ്വന്തമായി പോലും ഒരു നിലനിൽപ്പോ അല്ലെങ്കിൽ സ്വന്തമായി പോലും ഒരു പടപ്പോ അച്ഛനോ ഒക്കെ ഉണ്ടാക്കി എടുത്തത് തന്നെ
കാലഘട്ടത്തെ മനുഷ്യരുടെ പ്രയാസങ്ങളിൽ കൂടെയാണ്. അത് തിരിച്ചറിയുന്ന നീ ആ പാപം മനുഷ്യരനുഭവിച്ച ഏറ്റവും വലിയ വേദനാജനകമായ ഒരു വസ്തുതയെ നിന്റെ ഓർമ്മകൾ അയവെട്ടുന്നതായിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിച്ചതിനെ ഒന്നും പറയാനില്ലടാ. മനുഷ്യത്വരഹിതമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി അത്. നിനക്കത് ഭയങ്കര ഓർമ്മയായിരിക്കും അല്ലേ? ആ കണ്ട സാധനം നിനക്ക് ഓടിപ്പോയി അവരെ കൂടെ ഇരുന്ന് കാടി കുടിച്ചുകൂടായിരുന്നോ? എന്തുകൊണ്ട് പറ്റിയില്ല? അപ്പം അതൊന്നുമല്ല. അവനൊരു ഹോട്ടലിൽ പോയി, ഹോട്ടലിൽ ചെന്നപ്പോൾ വൈഫ് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എനിക്ക് പഴഞ്ഞ് കുടിക്കാൻ ആഗ്രഹമുണ്ട്. പഴഞ്ഞ് ഇഷ്ടപ്പെടാത്തവരാരുമില്ല. പഴഞ്ഞിനി കുടിക്കുന്നവർ നല്ലതാണ്. പഴയ ചോറ് മിച്ചം വന്നാൽ അമ്മമാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചാൽ വെച്ചേക്കും. അതിനൊരു പ്രത്യേക തരം ടേസ്റ്റുമാണ്. നല്ല തണുക്കും, ബോഡി തണുക്കും, ഇതൊക്കെ പറഞ്ഞാൽ മതി. അതിനപ്പുറം അന്നത്തെ കാലഘട്ടത്തിൽ പണിയെടുക്കാൻ വരുന്നവർ തളർന്നു വന്നിട്ടപ്പോൾ ഞാൻ കുഴി കുത്തി കൊടുത്തു എന്ന് പറയുമ്പോൾ നിൻ്റെ കുടുംബ പുരാണം നീ പുറത്തേക്ക് പറയുന്നത് നീ ആഠ്യനാണെന്നാണോ? ആ ആഠ്യത്വത്തിനാണ് എൻ്റെ ഒരു മറു ചോദ്യം. നിൻ്റെ അച്ഛൻ്റെ അച്ഛൻ ആരാണ് അറിയോ? അച്ഛനോട് തന്നെ ചോദിക്കൂ. അപ്പം പറയും ഏതപ്പൻ നമ്പൂതിരിയാണെന്ന്. ശിവൻ്റെ കഥ ഒന്നും പറയാനില്ല കേട്ടോ. ഇനി റിയാസ് സലീമിൻ്റെ കേസിലേക്ക് വരാം. റിയാസ് സലീം പറഞ്ഞത് എന്താണ് എന്നുള്ളത് ബോധമുള്ളവർക്കേ മനസ്സിലാവും. തലയിൽ ചാണകമുള്ള കൃഷ്ണകുമാർ അണ്ണനും മനസ്സിലാത്ത രഹസ്യ അണ്ണൻ ഒട്ടും മനസ്സിലാകത്തില്ല. രഹസ്യ അണ്ണൻ വിചാരിക്കുന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് അങ്ങോട്ട് തള്ളി ഈ അടുത്തിരി ഒരു ഗോമാതാവിനെയും കൊണ്ടുവന്നിരുന്നുണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കാര്യങ്ങൾ റീച്ചായി എന്നാണ്. ശരിയാണ്, ഭയങ്കര കൃത്യമായി അനലൈസ് ചെയ്യുന്ന ഒരു ഭയങ്കര മിടുക്കനായ അണ്ണനാണ് നിങ്ങൾ രഹസ്യ അണ്ണൻ. പക്ഷേ തോലവും തുച്ഛമാണ് നിങ്ങളുടെ ബുദ്ധി എന്നുള്ളതിന് തെളിവാണ് ഈ ഒരു കാര്യം. അവൻ പറഞ്ഞത് പണ്ട് ചട്ടിയില്ലാത്ത വീട്ടിൽ ഒരു കുഴി കുത്തി ഇല കൊത്തി കൊടുക്കുന്ന കാര്യമില്ല. അത്രയ്ക്ക് ചട്ടിയില്ലെങ്കിൽ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുമെടാ? ഒരു വീട്ടിൽ ചട്ടിയില്ലാതെ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുമെടാ? എത്രയോ കാലഘട്ടം, എത്രയോ മനുഷ്യരുടെ കുരുതിയും എത്രയോ മനുഷ്യരുടെ എഫർട്ടുമാണ് ഇത്തരം പിച്ചി മാന്തലുകൾ നിർത്തലാക്കി മനുഷ്യനെ മനുഷ്യനായി മതിക്കാൻ, സഹജീവിയായി അംഗീകരിക്കാൻ മനുഷ്യൻ തയ്യാറായത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഇപ്പൊ പറയുന്ന നമ്മുടെ കുഞ്ഞാമന് പോലും ഈ കാലഘട്ടത്തിൽ ഈ നൂറ്റാണ്ടിൽ പോലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ജാതീയ വ്യത്യാസം ഒന്നുകൊണ്ട് മാത്രം യൂണിവേഴ്സിറ്റിയിൽ പൊതുദർശനത്തിന് പോലും വയ്ക്കാൻ തയ്യാറാകാതെ വളരെയധികം രീതിയിൽ അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ട് അടക്കം ചെയ്ത ഒരു ചരിത്രം നമുക്ക് ഇന്നും നിലനിൽക്കുമ്പോൾ ഇവിടെ വർഗീയ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജാതീയ വേർതിരിവ് ഇല്ല എന്ന് പറയാൻ ബോധമില്ലാത്ത നിനക്കേ സാധിക്കുകയുള്ളൂ. നിന്റെ ബോധത്തിൻ്റെ ലെവലാണ് നീ ആ റിയാസിനെ പറയുന്നത് പോലെ പറഞ്ഞത്. നിന്റെ ബോധം അത്രയേ ഉള്ളൂ. അതാണ് നീ പറഞ്ഞത്. ഒന്നുകിൽ അറിയാത്ത വിഷയം എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എടുത്ത് ചൊറിഞ്ഞ് ഇതുപോലെ തേപ്പ് വേങ്ങിക്കാതിരിക്കുക. എയറിലേക്ക് പോയത് റിയാസ് അല്ല, നീയാ. നിനക്ക് ബോധമുള്ളവരുണ്ടെങ്കിൽ, അതായത് യൂട്യൂബിൽ ബോധമുള്ള മനുഷ്യരുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും എയറിലേക്ക് പോയി നിൽക്കുന്ന നീയാണോ റിയാസ് ആണോ എന്നുള്ളത്. കൃത്യമായ തെളിവാണത്. മനസ്സിലാവുന്ന വർഗീയാടിസ്ഥാനത്തിലാണ് ആ BJP എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കുന്നത്. വർഗീയത മാത്രം പേറിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രത്യേകതരം മത ജാതി, പ്രത്യേകതരം പാർട്ടി. ആ പാർട്ടിക്ക് ഒറ്റ അജണ്ടയേ ഉള്ളൂ, ഹിന്ദു രാജ്യം. ആയിക്കോട്ടെ, ഇവിടെ ഒരു ഒബ്ജക്ഷനും ഇല്ല, ഹിന്ദു രാജ്യമാക്കിക്കോളൂ. പക്ഷേ നിങ്ങളൊന്ന് യുണൈറ്റഡായി നിന്ന് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പാണൻ, പുറയൻ, പലയൻ, ചിലയൻ, ചുക്കൻ, ചാമൻ, ചെമ്മട്ടൻ, തീയൻ, അമ്പോറ്റി, കുറ്റു, കുത്ത, കുട്ടി, പട്ടി, കുട്ടി, പട്ടി, കുട്ടി. നിർത്തടോ. മനുഷ്യരെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ന് സാധിക്കും? എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നീ ഏതാ ജാതി എന്ന് ചോദിച്ചാൽ ചെരുപ്പെടുത്തടിക്കും ഞാൻ. തർക്കമേ ഇല്ലാത്ത കേസാണ്. എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കരുത്. ഇതിനകത്ത് താഴെ വന്ന് കുലസ്ത്രീകൾ കമൻ്റ് ഇട്ടാൽ അതേ കുല വർത്താനം ഞാൻ തിരിച്ചും പറയും. തർക്കമില്ല. വിമർശനങ്ങൾ ജെനുവിനായി നിങ്ങൾ പറഞ്ഞാൽ ജെനുവിനിറ്റി എൻ്റെ കമൻറ്റിനകത്തും ഉണ്ടാകും. ആ ജെനുവിനിറ്റി തെറ്റിച്ചുകൊണ്ട് നിങ്ങൾ മോശം കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതേ ജെനുവിനിറ്റിയിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് മറുപടി തരും. തർക്കമേ ഇല്ല. പിന്നെ തെറിത്താത്ത കുറുത്താത്ത എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരരുത്. ദാറ്റ്സ് മൈ ലാസ്റ്റ് പോയിന്റ്. കൃഷ്ണകുമാർ ചെയ്തത് ഒരു സ്ട്രാറ്റജിയാണ്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയും. നിലനിൽപ്പാണ് മുഖ്യം ബിഗിലെ. നിലനിൽപ്പിന് വേണ്ടിയിട്ട് പുള്ളി ബാഹുബലി കളിക്കാൻ നോക്കിയതാണ്. ഇതിനകത്ത് ബാഹുബലി വന്നിട്ടില്ല, അത് ഞാൻ ഇട്ടതാണ്. എനിക്ക് തോന്നുന്നത്, എൻ്റെ ബലമായ സംശയം, ഒന്നുകിൽ ഇത് ബാഹുബലി എഫക്റ്റ് അല്ലെങ്കിൽ കുഞ്ഞാമൻ എഫക്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ആ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയിട്ട് പുള്ളി കണ്ടെത്തിയ പുതിയ കണ്ടുപിടുത്തമാണ്. നായരെണ്ണ ഒത്തില്ല. താങ്ക് യു.